ഹലോ ഗൈസ്, വെൽക്കം വണക്കം. നമ്മുടെ എമ്പുരാൻ്റെ വിവാദങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നട്ടലോടെ നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആളുടെ പേര് വേറെ ആരുമല്ല, അയാളുടെ പേര് മുരളി ഗോപി എന്നാണ്. ഓക്കെ, അത് പോരാഞ്ഞിട്ട് തൻ്റെ മകനൊരു ആപത്ത് വന്ന സമയത്ത് കൂട്ടത്തോടെ ആക്രമിക്കാൻ വേണ്ടി വന്ന സമയത്ത് എന്താ പറയുക, സിംഹിണി, അതായത് ആ കുട്ടികളെ വളർത്തിയില്ലേ, ആ ലയൺ കപ്സിനെ വളർത്തിയിട്ടില്ലേ, ആ സിംഹിണി, ആ ഒരു രാജമാതാവെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആ മല്ലിക സുകുമാരൻ ഇങ്ങോട്ട് വന്ന് കൊടുത്തിട്ടുണ്ട്. അണ്ണാക്കിലാണ് അത് പറയാം. അതിന് ആദ്യം നമുക്കൊന്നായിട്ട് ഈ ഒരു വിഷയം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അവരുടെ ഒരു ഡീറ്റെയിലായിട്ടൊരു ഡിസ്കഷൻ വന്നിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷൻ വന്നിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നാലെ വായിക്കും. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നു. മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും എമ്പുരാൻ ഇല്ല എന്ന് ആര് പറയുന്നു? നമ്മുടെ മല്ലിക സുകുമാരൻ പറയുന്നു. പൃഥ്വിരാജ് ചതിച്ചു എന്ന് മോഹൻലാലോ ആന്റണിയോ ഒരിക്കലും പറയില്ല എന്നും പറയുന്നു. അടുത്ത്, എമ്പുരാൻ കാരണം തടി കൈച്ചലാക്കിയ ഒരു അച്ഛനും മോളുമുണ്ട്, ആരാന്ന് പറയാമോ എന്ന് നമ്മുടെ അനിൽ നമ്പ്യാർ ജനം ടി വിയിലെ അണ്ണാച്ചി ചോദിച്ചേക്കുവാണ്. എമ്പുരാൻ കാരണം തടി കൈച്ചലാക്കിയ ഒരു അച്ഛനും മോളുമുണ്ട്, ആരാന്ന് പറയാമോ എന്ന് ഉള്ളൊരു ട്രോള് വന്നേക്കാണ്. നിള നമ്പ്യാരും അനിൽ നമ്പ്യാരും എന്ന് കമൻറ്റ് വന്നേക്കുന്ന സാധനം എടുത്ത് വെച്ച് അലക്കിയിരിക്കുകയാണ് ഇതൊക്കെ. പിന്നെ നമ്മുടെ ഡോക്ടർ അരുൺകുമാറിൻ്റെ ഒരു പോസ്റ്റ്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം പുറത്തു വന്നേക്കുന്നത് ഇങ്ങനെയാണ്. അതായത്, ഒരു ഭരണകൂട ഉപകരണവും ആവശ്യപ്പെട്ടില്ല റീസെൻസറിങ്. ഇപ്പോഴത്തെ നടക്കുന്നില്ല റീസെൻസറിങ്ങിൻ്റെ കാര്യത്തിനകത്ത് ഇന്നേ വരെ ഒരു ഭരണകൂടവും ആവശ്യപ്പെട്ടിട്ടില്ല, അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല റീസെൻസറിങ്. ഒരു മന്ത്രിയോ ഉദ്യോഗസ്ഥനോ ആവശ്യപ്പെട്ടിട്ടില്ല റീസെൻസറിങ്. ഒരു പാർട്ടിയും ആഹ്വാനം ചെയ്തില്ല ബഹിഷ്കരണം. ഒരു കോടതിയും ഒരു ഹർജി പോലും ഇതുവരെ ഫയൽ ചെയ്യപ്പെട്ടിട്ടുമില്ല. എന്നിട്ടും സ്വയം കത്രിക വയ്ക്കാൻ തീരുമാനിക്കുന്ന മനോനിലയിലാണ് നവ ഫാസിസത്തിന്റെ ഇന്ത്യൻ പതിപ്പ്. ഒരു സ്റ്റേറ്റ് ഏജൻസിയും വേണ്ടാത്ത സ്വയം പ്രവർത്തനക്ഷമമായ ഫാസിസ്റ്റ് കാലത്താണ് നമ്മളെന്ന് വളരെ സത്യസന്ധമായിട്ട് ഇവിടെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു വെക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. ഇതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും മേലുള്ള കത്രികകളാണ്. കുറച്ചു കാലത്തിന് മുമ്പ് ഒരു വ്യക്തിയുടെ ദേഹത്ത് വീണിട്ടുള്ള വാളിൻ്റെ കുറേ വെട്ടുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിൽ ഇന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള വെട്ട് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പറയാതിരിക്കാൻ നിവർത്തിയില്ല, കഴിഞ്ഞില്ല. അടുത്ത മുരളി ഗോപിയുടെ ഒരു സംഭവമാണ്. എമ്പുരാനെ എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ അവകാശമുണ്ട്, അവർ വ്യാഖ്യാനിക്കട്ടെ. മുരളി ഗോപി കഴിഞ്ഞില്ല. മുരളി ഗോപിയുടെ ഒരു സിനിമയുടെ ഡയലോഗാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ വീട്ടിലെ ചുമരിന്മേൽ കുറേ പേരുടെ പടമൊന്നുമില്ല, ഒറ്റ പടം മാത്രമേ ഉള്ളൂ, എൻ്റെ അച്ഛൻ്റെ. മാപ്പ് ജയൻ പറയൂല, അഴിയെങ്കിൽ അഴി, കയറെങ്കിൽ കയറ്. ഇത് ഒരു സിനിമയിലെ ഡയലോഗാണ്. ഓക്കെ, ആ ഡയലോഗ് ഇവിടെ ഭയങ്കരമായിട്ടും പ്രചരിക്കുന്നു. അത് നമ്മുടെ മുരളി ഗോപിയുടെ ഡയലോഗാണ്. ഈ ഡയലോഗിൻ്റെ മറ്റുള്ള കാര്യങ്ങളിൽ മാത്രം അല്ല ഈ വിഷയങ്ങൾ പോകുന്നത്. ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് ഇരയാക്കപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുപ്രിയയാണ്. സുപ്രിയ ഏതാണ്ട് 4 ദിവസമാണ് ഇപ്പോൾ ഇറങ്ങിക്കുന്ന പുതിയ പോസ്റ്റാണ്. ലാലേട്ടൻ ഇച്ചാക്കയുടെ ഗസ്റ്റ് റോളും കൂടി വേണമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും എൻ്റെ പെണ്ണുമ്പിള്ളയുടെ പ്രാർത്ഥന ആണെന്ന് തോന്നുന്നു ഭാഗ്യം, അല്ലെങ്കിൽ എല്ലാം കൂടി എൻ്റെ തല്ലായിരുന്നേനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മമ്മൂക്കയുടെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ട്രോളൊക്കെ ഇറങ്ങുന്നുണ്ട്. ട്രോളുകളെ കളി നാസുപ്രിയയുടെ പുറത്താണ് ഇപ്പോൾ എല്ലാവരും കൂടെ ചെന്ന് കയറുന്നത്. സുപ്രിയ എന്തോ വലിയ പാതകം ചെയ്തതുപോലെ. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് സുപ്രിയ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് 4 ദിവസത്തിന് മുമ്പ് ഞാൻ അന്നേ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൻ്റെ അകത്ത് ഒത്തിരി തൻ്റെ ഭർത്താവിനെ അഹങ്കാരി എന്നും അത് ലാസ്റ്റ് പറയുന്ന വരി എന്നാണ്, യു ആർ നോട്ട് എലിമിനാറ്റി മൈ ഫ്രണ്ട് ബട്ട് യു ആർ മൈ അഹങ്കാരി. ഓക്കെ, എൻ്റെ അഹങ്കാരിയാണ് നീ, താൻ തോന്നി എന്താണ് തൻ്റെ ഹസ്ബൻഡ്. ഓക്കെ, ഐ നോ ഹൗ മച്ച് പീപ്പിൾ ഹാവ് റെഡിക്കുലസ് യു ആൻഡ് ഒഡാസിറ്റി ഓഫ് യുവർ ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞിട്ട് അവസാനം ആളറിഞ്ഞ് കളിക്കട. അതായത് ഇദ്ദേഹത്തിനെതിരെ നിരന്തരമായ ഹെയ്റ്റ് ക്യാമ്പയിൻസ് അഴിച്ചുവിടുന്ന ഇദ്ദേഹത്തിനെതിരെ നിരന്തരമായിട്ട്, കാരണം ഈ സിനിമ ഇറക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, നമ്മുടെ എന്താണ് പുള്ളിയുടെ പേര്, മേനക സുരേഷ് കുമാർ, പുള്ളിക്കാരനൊക്കെ ഭയങ്കര ശക്തമായിട്ടൊക്കെ വന്നു. അപ്പോൾ ഇപ്പം ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ വ്യക്തമായി. അതായത് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നതൊക്കെ ഉള്ള കാര്യം പൊതുജനത്തിനൊക്കെ മനസ്സിലായി. അപ്പം അതിനകത്ത് ആളറിഞ്ഞ് കളിക്കട എന്ന് അന്നിട്ട പോസ്റ്റിനെ ഇന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ഈ പറഞ്ഞ സംഘപരിവാറിനെയും ഈ വലതുപക്ഷത്തിനെ ഇവരുടെയൊക്കെ ആൾക്കാരെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവം പറയുന്നത്. 4 ദിവസങ്ങൾക്ക് മുമ്പ് അവരിട്ട പോസ്റ്റാണ്. അന്ന് ആർക്കും ഇതിനെക്കുറിച്ച് പ്രശ്നമൊന്നുമില്ല. ഇന്ന് ഈ ഒരു സിനിമ വിവാദമായ സമയത്ത് അവരെ എടുത്തു വെച്ചിട്ട് അലക്കാൻ വേണ്ടി നിൽക്കുന്നു. സുഹൃത്തുക്കളെ, എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക്. അതിനുശേഷം സുപ്രിയ അടുത്ത പോസ്റ്റ് ഇതാ, ഭർത്താവുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് 3 ദിവസത്തിന് മുമ്പ് ആഫ്റ്റർ ദ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, അതിനുശേഷം എന്നുവെച്ചാൽ അതിനു മുമ്പ് ഫസ്റ്റ് ഷോയ്ക്ക് മുമ്പാണ് ആ പോസ്റ്റ് ഇട്ടത്. അതായത് ഈ സിനിമ പോലും ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പിട്ട പോസ്റ്റിനാണ് ഇന്ന് ആളറിഞ്ഞ് കളിക്കട എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കാനും അവരെ ആക്രമിക്കാനും സൈബർ ബുള്ളിങ്ങിന് ആക്കാൻ വേണ്ടി. അവർക്കിതൊരു ആനമയിൽ ഒട്ടകമാണ്, അവരൊന്നും ബാധിക്കുന്ന ടീമോ അല്ല, പൃഥ്വിരാജും അങ്ങനെ ബാധിക്കുന്ന ആൾക്കാരൊന്നും അല്ല. സോ അവരെ എന്താ പറയുക, മസൂദിനൊപ്പം നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ്.
ഇനി റീസെൻ്റ് ആയിട്ട് അവരുടെ ഒരു ഇത് വന്നിട്ടുണ്ട്. കാരണം ഓവർസീസ് ബോക്സ് ഓഫീസ് കോൺക്വേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭയങ്കര റീച്ചിലേക്ക് എമ്പുരാൻ പോകുന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ ഇവിടെ കത്തിവയ്പ്പ് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മല്ലികാ സുകുമാരൻ്റെ ആ പോസ്റ്റിലേക്ക് പോകാം. മല്ലികാ സുകുമാരൻ നമുക്കറിയാം ഒരേ സമയത്ത് മലയാളികളുടെ മുമ്പിലേക്ക് ഞാൻ പറഞ്ഞില്ലേ സിംഹക്കുട്ടികളെ പെറ്റ ഒരമ്മയാണ്. രാജമാതാവ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉപമ വെച്ച് മാത്രം പറയുന്നതാണ്. അവർ 8 മണിക്കൂറിന് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു, ഇനി പറയാതെ വയ്യ മല്ലികാ സുകുമാരൻ്റെ പോസ്റ്റ് വായിക്കാം. അതിനകത്ത് ഡയറക്റ്റായിട്ട് മേജർ രവിക്ക്, അതുപോലെ തന്നെ ചില നമ്മുടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ അകത്ത് ലാലേട്ടൻ്റെ കൂടെയൊക്കെ സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയുന്ന ചില ആൾക്കാർക്ക് കിട്ടുന്ന നേരിട്ടുള്ള അടി അതെല്ലാം കൊടുക്കുന്നുണ്ട്. അത് ഒന്നൊന്നായിട്ട് കേൾക്കാം, നിങ്ങൾക്കും അപ്പോഴാണ് ഒരു ഇത് കിട്ടുക. ഓക്കെ, എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ എൻ്റെ മകൻ പൃഥ്വിരാജാണ് എന്നതിനപ്പുറം ചിത്രവുമായി യാതൊരു ബന്ധവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ഞാൻ. എന്നാൽ എമ്പുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന് ചിലർ മനഃപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നതെന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട്. ഇതൊരു അമ്മയുടെ വേദനയാണ്. അത് തുറന്നു പറയുന്നതിൽ എൻ്റെ പേരിൽ ആരും ചന്ദ്രഹാസം വിളക്കിയിട്ട് ഒരു കാര്യവുമില്ല. പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു എന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി പറയുമെന്നും എനിക്ക് തോന്നുന്നില്ല. മോഹൻലാൽ എൻ്റെ കുഞ്ഞനുജനാണ്. കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം. എൻ്റെ മകനെക്കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ലാലിൻ്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എൻ്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട്. പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായി ബന്ധപ്പെട്ടവരെയും ചതിച്ചിട്ടില്ല, ഇനി ചതിക്കുകയുമില്ല. അതൊക്കെ ഒരു കോൺഫിഡൻസ് ആണ്. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. എടേ, ഇതല്ലേ സത്യം? എമ്പുരാനൊരു പ്രശ്നമുണ്ടെങ്കിൽ ലാലേട്ടൻ ആ സിനിമ കണ്ടിട്ടേ ഇല്ല, ലാലേട്ടൻ ആ സിനിമ അറിഞ്ഞിട്ടുമില്ല. ആ ഷോട്ടുകളൊക്കെ എടുക്കുന്ന സമയത്ത് ബജറംഗിയുടെ പേര് ബജറംഗിയാണെന്നും അറിയത്തില്ല, ഈ ഒരു സിനിമയുടെ കഥാതന്തു ഒന്നും അറിയത്തില്ല, പ്രൊഡ്യൂസറായിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാം ഇറങ്ങിയതിന് ശേഷം പൃഥ്വിരാജാണ് കുറ്റക്കാരൻ. അതെന്ത് ന്യായമാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല ആ റൂട്ട്. എന്നിട്ട് ലാലേട്ടൻ്റെ ഇത് മാപ്പ് അപേക്ഷയുണ്ട്, അത് ഞാൻ പിന്നാലെ വരാം. ഓക്കെ, ഉത്തരവാദിത്തമുണ്ട്. അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട്. എടുക്കുന്ന രംഗങ്ങൾ അപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളി ഗോപി എപ്പോഴും സന്നദ്ധനാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ അതിന് പൃഥ്വിരാജ് മാത്രം ഉത്തരവാദിയായി? അതൊരു വലിയ ചോദ്യമല്ലേ? എ ബിഗ് ക്വസ്റ്റ്യൻ. മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു. ഞാൻ തിരക്കിലാണ് അമ്മേ, ലാലേട്ടൻ വന്നിട്ടുണ്ട്, ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം, ആന്റണിയുമായി ചർച്ച ചെയ്യണം എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ഇവർ രണ്ടുപേരും അറിയാത്ത ഒരു ഷോട്ട് പോലും എമ്പുരാൻ എന്ന സിനിമയിൽ ഇല്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ലാലേട്ടനും മോഹൻലാലും പൃഥ്വിരാജും അറിയാത്ത ഒരു ഷോട്ട്, അഥവാ അതിലൂടെ നമ്മുടെ ലാലേട്ടൻ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ആന്റണി പെരുമ്പാവൂരുണ്ട്, ഇവരറിയാത്ത ഒരു ഷോട്ട് പോലും ആ സിനിമയ്ക്കകത്തില്ലെന്ന് ആ അമ്മ ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. ആഗ്രഹിക്കുന്നു. മോഹൻലാൽ അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിലില്ല, തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഇവർ രണ്ടുപേരും പറയുകയുമില്ല, ഇല്ലേ? പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മോഹൻലാലിനെയും ആന്റണിയെ സൂചിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമെന്നവർ കരുതുന്നുണ്ടാവാം. അവർ നേട്ടം ഉണ്ടാക്കിക്കൊള്ളട്ടെ. മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തു എന്നും മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല എന്നുമുള്ള ഇത് നമ്മുടെ ഇങ്ങേർക്കാണ്, എന്താ പറയുക, മേജർ രവിക്കുള്ളതാണ് കേട്ടോ. മോഹൻലാൽ അറിയാൻ സ്ക്രിപ്റ്റിൽ പലത് എഴുതി ചേർത്തു എന്നും മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല എന്നുമുള്ള കള്ളപ്രചരണങ്ങളാണ് ഇവർ നടത്തുന്നത്. പ്രിവ്യൂ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ തിരക്ക് ഒഴിവാക്കാറുള്ള ഞാനും എൻ്റെ മരുമക്കളും കൊച്ചുമക്കളും സിനിമ കണ്ടത് റിലീസ് ദിവസം തന്നെയായിരുന്നു. പിന്നെ എന്തിനാണ് നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ല എന്ന് നുണ പ്രചരിപ്പിക്കുന്നത്? പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ധാരണ ആർക്കും വേണ്ട. അവൻ്റെ ഒപ്പം ഈശ്വരനുണ്ട്. ഞങ്ങൾക്ക് മനുഷ്യരെയല്ല, ദൈവത്തെയാണ് ഭയം. ഈശ്വരനാണ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇതുവരെ വഴി നടത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല. ഒരമ്മയുടെ ശാപമാട്ടോ, അതൊക്കെ നീക്ക് അനുഭവിക്കാതെ പോകത്തില്ല. ഇത് വേണ്ടായിരുന്നു മേജർ രവിക്കിട്ട് നേരെ കൊടുക്കുകയാണ് എന്നാണ് എനിക്ക് മേജർ രവിയോടും പൃഥ്വിരാജിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയാനുള്ളത്. മേജർ രവി ഇത്തരം ഒരു പ്രതികരണം നടത്തുന്നത് ആർക്ക് വേണ്ടിയായിരുന്നു? പൃഥ്വിരാജ് ചതിച്ചുവെന്ന് മോഹൻലാലോ ആന്റണിയോ ഒരിക്കലും പറയില്ല. പിന്നെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. പട്ടാള ഗ്രൂപ്പുകളിൽ ചിലതൊക്കെ വന്നതുകൊണ്ട് പ്രതികരിച്ചു എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത്. അതിന് എൻ്റെ മകൻ എന്ത് പിഴച്ചു? ആരൊക്കെയോ ഉണ്ടാക്കിയ കഥകൾ ആണ് ചിലരിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. പൃഥ്വിരാജിനെ ഒറ്റിക്കൊടുക്കാൻ ചില രാഷ്ട്രീയക്കാരും സംഘടനക്കാരും ആരാധകർ എന്ന പേരിൽ ചിലരും ഏതാനും മാധ്യമ വാർത്താ പ്രവർത്തകരും മത്സരിക്കുകയാണ്. ഇതിനിടെ പൃഥ്വിരാജിനെ പിന്തുണച്ച ഒരുപാട് പേരുണ്ട്, അവരെ ഞാൻ മറക്കുന്നില്ല. പാർട്ടിയുടെയോ
ജാതി മത ചിന്തയുടെ അടിസ്ഥാനത്തിലല്ല മനുഷ്യനെ സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്താണ് ഞാനും സുഖുവേട്ടനും മക്കൾ വളർത്തിയത്. പ്രിയപ്പെട്ട സുകുമാരൻ സാറിനെ മുൻനിർത്തി പറയുന്നുണ്ട്. വളർത്തിയത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും സംഘടനകളിലും ഉള്ളവരെ സ്നേഹബഹുമാനങ്ങളോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള ചിലരാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ ചില ചലച്ചിത്ര പ്രവർത്തകരും ഉണ്ടെന്ന് സംശയം ഞങ്ങൾക്കുണ്ട്. എനിക്കോ മക്കൾക്കോ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ പിടിച്ചു വാങ്ങാൻ ഒരു അതിമോഹവുമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേട്ടയാടുന്നതെങ്കിൽ അവരോട് ഇക്കാര്യം അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേട്ടയാടുന്നതെങ്കിൽ അവരോടാണ് ഇക്കാര്യം പറയുന്നത്. പൃഥ്വിരാജ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൻ്റെ അച്ഛൻ മരിച്ചത്. നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് തന്നെയാണ് എൻ്റെ മക്കളെ വളർത്തിയത്. ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരല്ല. BJPയിലും കോൺഗ്രസിലും CPMയിലുമുള്ള നേതാക്കളുമായി ഞങ്ങൾക്ക് അടുത്ത ബന്ധം, വളരെ അടുപ്പമുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇതിൽ ചില നേതാക്കൾക്ക് അഭിപ്രായം മാറ്റേണ്ടി വന്നേക്കാം. പക്ഷേ ഞങ്ങൾ അഭിപ്രായം മാറ്റുന്നവരോ അതിൻ്റെ പേരിൽ സ്നേഹ ബഹുമാനങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവരോ അല്ല. വേട്ടയാടുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ ഒരു തുള്ളി കണ്ണുനീരിന് ഒരു ജന്മം മുഴുവൻ അവർ ഈശ്വരന് മുന്നിൽ മാപ്പ് പറയേണ്ടി വരും. അല്ലാതെ ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തുവെന്നും ആരും പറയാൻ പാടില്ല. 70 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മയെന്ന നിലയിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് ജനങ്ങളോടാണ് ആ അമ്മ വിഷമിച്ച് പറയുന്നത്. ഇനി മാധ്യമ പ്രവർത്തകർ ഒരാൾ 2 വാക്കെന്ന് പറഞ്ഞ് അവർ വീണ്ടും പറയുന്നു. പൃഥ്വിരാജ് സെൻസർ ബോർഡിൽ പോയി എൻ്റെ പടത്തിൽ മാറ്റം വരുത്തരുതേ എന്ന് കരഞ്ഞു പറഞ്ഞു എന്ന വിവരക്കേട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക പറയുന്നത് കേട്ടു. സെൻസറിംഗ് സമയത്ത് പൃഥ്വിരാജ് അവിടെ ഉണ്ടായിരുന്നു അത്രേ. പടം സെൻസർ ചെയ്യുമ്പോൾ സംശയങ്ങൾ ഉണ്ടായാൽ തീർത്തു കൊടുക്കാൻ സംവിധായകനോ നിർമ്മാതാവോ സ്ഥലത്തുണ്ടാകണം എന്നാണ് ചട്ടം. ഇതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടെ? അടിക്കടി അഭിപ്രായം മാറ്റുന്ന മന്ദബുദ്ധി ആണോ പൃഥ്വിരാജ് എന്ന് മറ്റൊരു ചാനൽ അവതാരക കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു. ആ വാക്ക് ഇങ്ങനെ പരസ്യമായി ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. അടിക്കടി ചാനലിൽ നിന്ന് ചാനലിലേക്ക് ചാടിക്കളിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ പോലെ അഭിപ്രായം മാറ്റുന്നവനല്ല പൃഥ്വിരാജ്. അത് നമ്മുടെ സുജയ്യ പാർവതിക്കുള്ള അടിയല്ലേ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്താ പറയുക, പ്രവർത്തകരെ പോലെ അഭിപ്രായം മാറ്റുന്നതല്ല പൃഥ്വിരാജ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. പ്രിയപ്പെട്ട വിവിധ രാഷ്ട്രീയ കുടുംബാംഗങ്ങളെ, പൃഥ്വിരാജ് ആരുടെയും വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകൾക്ക് ഒരിക്കലും എതിരല്ല. സത്യമേവ ജയതേ എന്ന് പറഞ്ഞ് നിർത്തുന്നു. അടുത്ത് നമ്മുടെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ലാലേട്ടൻ്റെ ഇപ്പം പ്രൊഫൈലിലേക്ക് പോകാം. അതിനകത്ത് ആ അമ്മ സത്യം പറഞ്ഞാൽ അവരെ ആലോചിച്ച് നോക്കുക. ഇപ്പം എല്ലാ ചോദ്യങ്ങളും എല്ലാ ക്വസ്റ്റ്യൻസും നേരെ ഡയറക്റ്റ് ടു ഈ പൃഥ്വിരാജ് എന്നുള്ള ലെവലിൽ നിൽക്കുകയാണ്. അത് ദ മോസ്റ്റ് പവർഫുൾ ഈസ് ഹൂ ഈസ് ഹാംലെസ് ഈസ് ഓൺ പവർ എന്നൊക്കെ പറഞ്ഞ് 10 മില്യൺ ഓവർസീസ് എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ അടുത്തത് സംഭവം കിട്ടേക്കുന്നു. ലാലേട്ടൻ്റെ നട്ടല് വാഴപ്പിണ്ടിയാണ്, ലാലേട്ടൻ നട്ടല് കൊണ്ട് പണയം വെച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്കിതിനകത്ത് ചെറിയ ഒരു ലാലേട്ടൻ്റെ ഇപ്പോൾ ഈ ഒരു സംഭവം ഞാൻ വായിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം അതിനെക്കുറിച്ച്. മോഹൻലാൽ 8 മണിക്കൂറിനും പെട്ടതാണ്. ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർ കുറേ പേർക്ക് വലിയ മനോവിഷം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. എല്ലാവർക്കൊന്നുമില്ല ലാലേട്ട, ചിലർക്ക്, അതത്രേ ഉള്ളൂ. ഓക്കെ, അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിന് ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങൾ നിർബന്ധമായി സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4-18 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊന്നും ഒരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം മോഹൻലാൽ എന്ന് പറയുന്നു. അതിനകത്ത് ചിരികളും ഉണ്ട്. എത്ര ലൈക്ക്, എത്ര ചിരി, 14K ചിരിയുണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. വില പോയി മോഹൻലാൽ ജി, മാപ്പ്. കാലാപാനിൽ ഒരു സീനാണ് ഇപ്പോൾ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാലാപാനിൽ ഏത് സീനാണ്? മനസ്സിലായി. ലാലേട്ടനിൽ അമാനുഷികനെ കാണാൻ താല്പര്യമുള്ള ഉള്ളടക്കം കിലുക്കി തേന്മാവിൻ കൊമ്പത്ത് ഇങ്ങനെയുള്ള ലാലേട്ടൻ മതി. ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല. ഒരു സിനിമയെ പോലും പേടിക്കേണ്ടി വരുന്ന നമ്മുടെ ഗതികൾ ആലോചിക്കുമ്പോഴാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സാധനം, ഇതേ സാധനം പൃഥ്വിരാജ് ഷെയർ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി അതിനെ അതേ സമയത്ത് തന്നെ L2 എമ്പുരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതുവരെ ഒരു അനക്കവുമില്ലാത്ത ഒരാളുണ്ട്, മുരളി ഗോപി. ഈ മുരളി ഗോപിയുടെ പോസ്റ്റ് എവിടെയെങ്കിലും അയാൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടോ നോക്കട്ടെ. പുള്ളിക്കാരൻ്റെ വോള് ഒരു ദിവസത്തിന് മുമ്പ് ഒരു പോസ്റ്റ് വന്നു. ഇതിനെക്കുറിച്ച് ഒരു സാധനം പോലും അയാളുടെ ഇതിനകത്തില്ല. ഇന്നെന്ത് മനസ്സിലാക്കാം? അയാളുടെ വ്യക്തിത്വത്തിൽ നിന്നും മാറിയിട്ടില്ല. അടുത്ത് അരുൺ ഗോപി
ഒരു സിനിമ കാണാതിരിക്കുന്ന ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരു സിനിമ അതിൻ്റെ ആഖ്യാനം നിങ്ങളെ അലോസരപ്പെടുത്തുന്നെങ്കിൽ ആ ചിത്രത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും എതിരാണെന്ന് നിങ്ങൾ സ്വയം കരുതുന്നുവെങ്കിൽ ആർക്കാണ് തെറ്റ് സംഭവിക്കുന്നത്? ആ സിനിമയ്ക്കോ അതോ നിങ്ങൾക്കോ? മനുഷ്യൻ ജീവിതാനുഭവം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും നേടിയെടുക്കുന്നത് വിവേകബുദ്ധി കൂടിയാകണം. തിരിച്ചറിവിൻ്റെ അമാനുഷികമായ ശേഷി കൂടെ ആയിരിക്കണം അത്. കലാപത്തിൻ്റെ തീപ്പൊരി വീണത് എവിടെ ആയാലും ആ കലാപം കത്തിപ്പടരുമ്പോൾ അതിലൊരു രീതിയിലും ഭാഗമാക്കാത്ത ഒരാളുടെ നഷ്ടവും വേദനയും ചിത്രീകരിക്കുന്ന സിനിമയിൽ ആ കലാപത്തിൻ്റെ മൂല കാരണങ്ങളിലേക്ക് കൂടി ചിത്രം പോയില്ലെന്ന ആരോപണങ്ങൾ അരോചകമായി തോന്നുന്നില്ലെങ്കിൽ, അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ചിന്തകൾക്ക് അടുത്ത രാഷ്ട്രീയ അന്ധതയുണ്ട്. എമ്പുരാൻ ഒരു കൊമേഴ്ഷ്യൽ മാസ് സിനിമയാണ്. എന്നിലെ പ്രേക്ഷകനെ വിസ്മയിപ്പിച്ച വിഷ്വൽ ട്രീറ്റ് നൽകിയ സിനിമ. അതിന് സിനിമയായി കാണണം. മുരളി ഗോപിയുടെ എഴുത്ത് പോലെ എൻ്റെ ദൈവം നിങ്ങളെയും നിങ്ങളുടെ ദൈവം എന്നെ രക്ഷിക്കട്ടെ എന്ന് ഉറക്കെ പറഞ്ഞിട്ടും ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും ദൈവമല്ല മനുഷ്യർ മാത്രമാണെന്ന് വിളിച്ചു ചൊല്ലൽ കൂടിയാണ് എമ്പുരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. സോ ഇങ്ങനെ പോകുന്നു. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. പിണറായി വിജയന്റെ ക്രിമിനലിസം പച്ചയ്ക്ക് വരച്ചു കാണിച്ചത് ലെഫ്റ്റ് ആണെങ്കിൽ സംഘികളുടെ നെഞ്ചത്ത് തന്നെ ചവിട്ടിക്കൊണ്ട് ഗുജറാത്ത് കലാപം എമ്പുരാനിൽ നിങ്ങൾക്ക് രക്ഷയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു. ഓക്കെ, ഇത് നമുക്കിപ്പം സ്വാഭാവികമായിട്ടും ഒരു ഡിസ്കഷൻ ടോപ്പിക്കായിട്ട് നിൽക്കുന്നു. ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് എന്തിനാണ് ഒരാളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഒരു സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്കകത്തുള്ള മുഴുവൻ ആൾക്കാരുണ്ട്. സിനിമയ്ക്ക് പണം മുടക്കുന്ന ആളായിട്ടുള്ള ആശീർവാദ് സിനിമാസിൻ്റെ ആന്റണി പെരുമ്പാവൂരനുണ്ട്. മെയിൻ നടനായിട്ടുള്ള ലാലേട്ടൻ അതിനകത്ത് ഉത്തരവാദിയാണ്. അതിനകത്ത് ഇപ്പം നമ്മുടെ ഗോകുലം ഗോപാലിനൊക്കെ ഡയറക്റ്റായിട്ട് ഒന്ന് എല്ലാം മാറ്റി ഒന്നൊക്കെ രാവിലെ തന്നെ പറയുന്ന ഒരു സെറ്റപ്പൊക്കെ കേട്ടു. ഇന്നലെ തന്നെ പറയുന്നത് എന്തോ അനുവേ കടുംപെട്ടൊക്കെ വെട്ടി എല്ലാം മാറ്റി ഒക്കെ വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഫസ്റ്റ് ഷോ അല്ല സെക്കൻഡ് രണ്ടാമത്തെ ഷോ തന്നെ കണ്ടു, മോർണിംഗ് ഷോ തന്നെ കണ്ടതുകൊണ്ട് എനിക്ക് ആ സിനിമ ആസ്വദിക്കാൻ പറ്റി. അതിനകത്ത് എനിക്ക് കണ്ടിട്ട് ഇപ്പം ജനിച്ചത് ഒരു ഹിന്ദു എന്ന് പറയുന്ന പാരമ്പര്യത്തിലാണ് ഞാൻ ജനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു പാരമ്പര്യത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അതിനകത്ത് ഒരു നഷ്ടപ്പെട്ടു എന്നുള്ളത് തോന്നുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. അത് തോന്നിയിട്ടുള്ളവരുണ്ടാവാം, ഉണ്ടാവാത്തവരുണ്ടാവാം. തോന്നി ആ മാനസികമായിട്ട് വിഷമമുള്ള ആൾക്കാർക്ക് അത് വിമർശിക്കുന്നതിനൊന്നും ഒരു ഇതൊന്നുമില്ല. പക്ഷേ ഇതുവരെ ഒരു സംഘടനകളോ മറ്റുള്ള കാര്യങ്ങളോ ആരും ഇതിനകത്ത് നേരിട്ടൊന്നും വരാതെ തന്നെ ആ സിനിമയുടെ ആൾക്കാർ പോയിട്ട് ഡയറക്റ്റായിട്ട് പോയിട്ട് മുട്ടുമടക്കി എന്നുള്ള കാര്യം കാണുമ്പോൾ സത്യം പറഞ്ഞ അടിപൊളി. ഞാൻ ലാലേട്ടൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടു, നിങ്ങളെ ഈ ഒരു നഷ്ടസമയത്ത് വിട്ടിട്ട് പോയില്ല ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വൈകാരികമായിട്ട് കഴിഞ്ഞ ദിവസം ഇട്ടൊരു കമൻറ്റാണ്. എനിക്കിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അത് എൻ്റെ വ്യക്തിപരമായ താല്പര്യം. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ കണ്ട സംഭവവികാസങ്ങളും അതിനുശേഷം ഒരു മാപ്പ് പറച്ചിൽ കൊടുത്തൊരു പരിപാടി കണ്ടപ്പോൾ എന്തിനാണെന്ന് തോന്നി. ഇനിയിപ്പോൾ ലെഫ്റ്റനന്റ് കേണൽ പദവി പോകുമെന്നുള്ള കാര്യം കൊണ്ടാണോ, അതോ ഇനിയിപ്പം എന്തെങ്കിലും ഇഡിയുടെ അന്വേഷണമോ മറ്റുള്ള പല പരിപാടികളൊക്കെ വരുമെന്നുള്ള കാര്യം കൊണ്ടാണോ, ഒന്നും അറിയത്തില്ല. എന്തായിരുന്നാലും എമ്പുരാൻ മുട്ടുമടക്കി എന്നുള്ള കാര്യം എല്ലാവർക്കും അത് കാത്തിരുന്നവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്നാലും എന്നെപ്പോലെ സിനിമയെ സ്നേഹിക്കുന്ന നമ്മുടെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വിമർശനം എന്നുള്ള കാര്യങ്ങൾ എല്ലായിടത്തും തുറന്നു നിൽക്കവേ ഈ ഒരു കാര്യങ്ങളിൽ ഇത്രയും അസഹിഷ്ണുത വേണോ എന്നുള്ള ചോദ്യം പബ്ലിക്കിന്റെ മുമ്പിലേക്ക് തന്നെ ഇടുന്നു. ഇതിന്റെ താഴെ തെറി വിളി വരുമെന്ന് അറിയാം. നീയൊക്കെ വിളിച്ചോടെ. സോ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.